അവരിങ്ങ് എത്താറായോ? ആ 10:30 പറഞ്ഞത്, 10:30 ആവാറായി. രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. ചെറുക്കനേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാം എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നെ പറയരുത് അവർക്ക് അങ്ങനെ ഹേർട്ടായി ഇങ്ങനെ ഹേർട്ടായെന്നൊന്നും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെ പറയും. എൻ്റെ പൊന്നു കുഞ്ഞാ, നീ ഈ വന്ന 6-7 ആലോചനയും മുടക്കിയത് അങ്ങനെയല്ലേ? മുടക്കിയതോ? ആ, മുടക്കിയതല്ല. എന്താ, നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് മാറ്റി വെച്ച അങ്ങനെയല്ലേ? നിൻ്റെ ചോയ്സിനല്ലേ ഇവിടെ പ്രിഫറൻസ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിനക്ക് പറ്റിയ ചെറുക്കൻ എപ്പം വരുന്നോ, നിനക്ക് എപ്പോൾ ഇഷ്ടപ്പെടുന്നോ അങ്ങനെ നമുക്ക് നടത്താം. അതുകൊണ്ട് നിനക്ക് എന്ത് തോന്നുന്നോ അത് നീ ധൈര്യമായിട്ടിങ്ങ് പറഞ്ഞോ. ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇല്ല ചെറിയ സാധനം എന്തേ? കുളിക്കാൻ കയറുന്നു. പോയി നോക്കിയേ. ശരി. എൻ്റെ പൊന്നു കൊച്ചേ, ഒന്ന് ഇറങ്ങുമോ? ഈ എന്താടി ചേച്ചി കിടന്നലർന്നേ? ഡേ, നിന്നെയാണോ പെണ്ണ് കാണാൻ വരുന്നത്, എന്നെയാണോ? ഓ പിന്നെ, ഞാൻ ഇച്ചിരി ഗ്ലാമറായിട്ട് ഒരുങ്ങിയിരിക്കുന്നതിനൊക്കെ കുശുംബടി. ഓ, ഒന്ന് നിച്ച് പോടി. ചേച്ചി ഒന്ന് കെട്ടിപ്പോടി. ഇന്നെങ്ങാനും വല്ല നടക്കുമോ? എനിക്ക് എൻ്റെ 20-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ വേണമെന്നുണ്ട്. അയ്യോടാ, കുറഞ്ഞു പോയല്ലോ. എന്താണ് നീ ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പോലും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കെട്ടിപ്പോടെ. നിച്ച് പോടി. പറിച്ചെടുത്തത് ഞാനായിട്ട് മുടക്കുവാന്ന്. പിന്നല്ലാതെ നീയല്ലേ ഇതെല്ലാം മുടക്കുന്നത്. ദേ, അമ്മയുടെ ചച്ചനെന്ന് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറയരുത്, പറഞ്ഞേക്കാം. അവിടെ ഒരു എന്താടി എനിക്കിഷ്ടപ്പെടേണ്ട ചെറുക്കനെ? ഡേ, ഈ വന്ന 5 ചെറുക്കന്മാർക്ക് എന്തായിരുന്നു കുഴപ്പം പറ. ആദ്യം വന്ന ഇറക്കൻ സുന്ദരല്ലേ, ലുക്കില്ലേ, എന്തായിരുന്നു അതിന് കുഴപ്പം? നല്ല മുടി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴും കെട്ടിപ്പോയാൽ. നിനക്ക് എന്തായിരുന്നു പ്രശ്നം? അത് പിന്നെ ആ ചെറുക്കൻ്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി എന്തോ പോലെ. അപ്പോൾ ശരിയാകത്തില്ല. ശരി, രണ്ടാമത് വന്നതോ? അത് പിന്നെ അയാളുടെ തോട്ട്സ് എൻ്റെ തോട്ട്സ് അങ്ങോട്ട് കറക്റ്റായിട്ട് പോകത്തില്ല. നമ്മൾ ശരിയാകത്തതില്ല. മൂന്നാമത്? അങ്ങനെ ഓരോ റീസൺ ചോദിക്കരുത്. ഞാൻ അപ്പം നിങ്ങളുടെ തെണ്ണി പറഞ്ഞല്ലോ റീസൺസും. എനിക്കിഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചേക്കുന്ന പോലെ ഒരാൾ വരുമ്പം അപ്പം ഞാൻ കല്യാണം കഴിക്കാം. അയ്യോ, കഷ്ടമായിപ്പോയടാ. ഒന്ന് കെട്ടിപ്പോടെ, എനിക്ക് കെട്ടണം. നിനക്ക് ഇത്ര മുട്ടിരിക്കുകയാണോ പെണ്ണെ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിൻ്റെ കെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ട് നടത്തിയാൽ മതിയെന്ന്. പിന്നെ എന്നിട്ട് വേണം ചേച്ചി നിന്നിട്ട് കെട്ടിയെന്ന് പറയാൻ. നിന്നിച്ച് പോയി. എന്ത് പുച്ഛന്മാർ വിതറുന്ന നീ. ഓ, തൽക്കാലം നിനക്ക് പുച്ഛം വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യും. അതേ, രണ്ടുപേരൊന്ന് വരുമോ? ദേ ചെറുക്കൻ കൂട്ടിരിങ്ങ് എത്തി. ആമാ ദാ വരുന്ന. ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി. മോക്കെങ്ങനെ എൻ്റെ മോനെ ഇഷ്ടമായോ? എന്താണോ എന്തോ. ഇതെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. ഇവിടെ മുഖം കണ്ടിട്ട് സമ്മതിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ കേട്ടതിൻ്റെ തെറ്റാണോ? ഇതിങ്ങനല്ലല്ലോ വരണ്ടേ. സമ്മതിച്ചതുപോലാണല്ലോ ഞാൻ കേട്ടത്. ചിലപ്പോൾ തോന്നിയതായിരിക്കും. അപ്പോൾ എങ്ങനെയാ, നമുക്ക് കല്യാണം ഉടനെ നടത്തിയാലോ? അല്ല, ഞങ്ങൾക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണം എന്നില്ല. പെട്ടെന്ന് നടത്താമെങ്കിൽ അത്രയും നല്ലത്. അല്ല, മോന് സമ്മതമാണോ? എനിക്കും പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വൈകിക്കേണ്ട. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താം അല്ലേ? അതെ. ഞാൻ എന്താ ഇവിടെ ഈ വേഷത്തിൽ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഒന്നുമല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എൻ്റെ കല്യാണം ദേ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതായത് ഇപ്പോഴത്തെ എൻ്റെ വീട്. അമ്മായിയമ്മ ഒരു ഗ്ലാസ് പാലും തന്ന് റൂമിലോട്ട് പോകാൻ വിട്ടതാ. പിന്നെ നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരണമല്ലോ. താൻ വന്നോ? താൻ കിടന്നോ? എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? പോകണം. അല്ല, നാളെ വീട്ടിൽ പോവാൻ. അത് പിന്നെ അതിന് പോവാമല്ലോ. എനിക്ക് നാളെ അർജൻറ്റായിട്ട്
ഈ ഫയല് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ദിവസം ലീവ് എടുത്തേണ്ടതുണ്ട് വർക്ക്സ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പോകണം. ആ ശരി. ചേച്ചി, ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പാടാം. ഉള്ളതുപോലെ ഇങ്ങ് പറഞ്ഞോ. സഞ്ജയെ ഞാൻ സ്കൂളിൽ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ 8th പഠിക്കുമ്പം ആള് 12ലായിരുന്നു. ഒരു സീനിയർ ചേട്ടനോടുള്ള ഇഷ്ടം അത്രേ ഉള്ളെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അല്ല, അവർ പാസ് ഔട്ടായി കഴിഞ്ഞിട്ടും പിന്നെയും വർഷങ്ങൾ എടുത്തിട്ടും ആ മുഖം എന്നിൽ നിന്ന് മറന്നു പോയില്ല. അതുകൊണ്ടായിരിക്കാം ഇത്രയും ആലോചന വന്നിട്ടും ഞാനല്ല മാറ്റിയത്. ലാസ്റ്റ് നനച്ച വണ്ടി തന്നെ കൺമുന്നിലെത്തി. അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. ഓ, അപ്പോൾ നിനക്ക് അവനോട് ഒടുക്കത്തെ പ്രേമമാണല്ലേ? അങ്ങനെ ചോദിച്ചാൽ ആ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് നമുക്ക് തരുന്നതും സെയിം ആണെങ്കിലോ. അമ്മ, ഏട്ടൻ അവൻ്റെ രാവിലെ ഇറങ്ങിയ മോളെ. ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് പോകേണ്ടതാണ്. അവൻ കേട്ടില്ല. എന്താ ഫയൽ സബ്മിറ്റ് ചെയ്യണം മോളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോൾ ഉറങ്ങുവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിളിക്കാഞ്ഞത്. അതമ്മ, സാരമില്ല മോളെ. അതല്ല, ഞാൻ അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. അമ്മ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു വർക്ക് പെൻഡിങ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ. മോളിത് ഈ ചായ കുടിക്ക്. പിന്നെ അവൻ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് ചെല്ലും. എന്നിട്ട് 2 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അമ്മ, ഞാൻ വരുമ്പം പറയാം. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്? ഞാൻ വേണമെന്ന് വെച്ച് ലേറ്റ് ആയതല്ല. എനിക്ക് ഒരുപാട് വർക്ക്സ് അവിടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ആര് കേൾക്കാനാ? നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ ഇതിനൊന്നും ഇപ്പം പറ്റത്തില്ലെന്ന്. അപ്പോൾ അതൊന്നും കേൾക്കാതെ പിടിച്ച് കെട്ടിച്ചിട്ട്. എടാ, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. നിന്നെ കാത്തിരിക്കും അവിടെ കൊച്ചുണ്ട്. ആ കൊച്ചിനെ കാര്യം നീ ആലോചിക്കണ്ടേ? ഞാൻ വേണമെന്ന് വെച്ച് താമസിച്ചതല്ല. നമുക്ക് നാളെ പോവാം. ഫുഡ് എടുക്കട്ടെ? ഞങ്ങളെന്നെ ഇറങ്ങട്ടെ മോളെ? പെട്ടെന്ന് മുത്തശ്ശിക്ക് വയ്യാതായോണ്ട. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അടുത്ത ആഴ്ച പോയാൽ മതിയായിരുന്നു. എന്തായാലും ഞങ്ങളിപ്പം ചെല്ലട്ടെ. തീരെ വയ്യെന്നാണ് പറഞ്ഞത്. സഞ്ജുവിൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ടാവുമ്പം അവനിങ്ങെത്തുമായിരിക്കും. പിന്നെ നാളെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അമ്മ. ശരി മോളെ, എന്നാ ഇറങ്ങുക. ഇതെന്താ ഇത്ര ലേറ്റ് ആവുന്നേ? വൈകിട്ട് വരാമെന്നല്ലേ പറഞ്ഞേ? എന്തേലും ദൈവമേ. നീ എന്താ ഇവിടെ ലൈറ്റൊന്നും ഇടാനോ? അല്ല, അമ്മയച്ഛനും എന്തേ? അവർ മുത്തശ്ശിയെ കാണാൻ പോയി. ഓ, ഞാൻ മറന്നുപോയി. മറക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഓർമ്മയുള്ളത്? എന്നെ കല്യാണം കഴിച്ച് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളുടെ ആളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വൈകിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ്. ഇത്ര നേരിട്ട് കണ്ടില്ല. ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ ഒരു മനുഷ്യനായിട്ടിങ്ങനെ പരിഗണിച്ചാണെങ്കിൽ നിങ്ങൾ വന്നേനെ വൈകിട്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. മനഃപൂർവ്വം നിങ്ങൾ വരാഞ്ഞതല്ലേ? സത്യമായിട്ടും ഞാൻ മറന്നുപോയിട്ടാ. അതെ, നിങ്ങളെല്ലാം മറന്നു പോവാം. എന്നെ കല്യാണം കഴിച്ചതും എല്ലാം. അതാ കുഴപ്പം. ഞാൻ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇതുവരെ നിങ്ങൾ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾക്ക് ചായ കൊണ്ടു തരണ്ട, എല്ലാം പഴയതുപോലെ. എൻ്റെ അടുത്തൊന്നും മിണ്ടാൻ പോലും നിങ്ങൾ നിൽക്കുന്നില്ല. പിന്നെ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ലൈഫും കൂടെ എന്തിനാ വെറുതെ കളഞ്ഞ്? തനിക്ക് ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത് തന്നെയാണ്. ഇത്രയും പ്രപ്പോസൽ വന്നിട്ട് ഞാനത് റിജക്റ്റ് ചെയ്ത് താൻ കാരണമാണ്. പക്ഷെ താനതൊന്നും മനസ്സിലാക്കിയില്ല. ഇപ്പോഴും എന്നെ വേറെ ആരായിട്ട് താൻ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്കിനി സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സോറി, ഞാൻ അത് വേണമെന്ന് വെച്ച് താമസിച്ചല്ല. സത്യമായിട്ടും എല്ലാത്തിനും തനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അമ്മ ഏതോ വഴക്ക് പറഞ്ഞപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ല. കാരണം എനിക്കറിയാം മനഃപൂർവ്വമല്ലെന്ന്. പക്ഷെ എത്രയെന്ന് വെച്ച് ഞാനിങ്ങനെ സഹിക്കുന്നത്?
ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ എല്ലാവരും. എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. എനിക്കിന്ന് പറ്റത്തില്ല. ഇവളിത് എവിടെ പോയി? വേദ, വേദ, ഹലോ. ആ മോനെ, അവളിങ്ങ് എത്തി കേട്ടോ. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലതാ. എനിക്ക് തോന്നിയപ്പോഴേ അവൾ രാവിലെ ഇങ്ങ് എത്തി. അല്ല, മോൻ എന്താ വരാൻ? കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാം അങ്കിൾ. ശരി മോനെങ്കിലും. ഓ ഷിറ്റ്, ഞാൻ എന്തേ കാണിച്ചത്? എങ്കിലും ഇതൊക്കെ ചെയ്തത് തെറ്റല്ലേ? ഞാൻ എന്തിനാ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചത്? വേണ്ടാത്തൊരു ചിന്തകളും. അങ്ങനെ അതെന്ന് വെച്ച് എപ്പോഴും അയാളെ നമുക്ക് കിട്ടണമെന്നുണ്ടോ? ഇല്ല. നീ എന്തിത് മനസ്സിലാക്കാത്തത്? നിന്റെ ഭാര്യയാണ് വേദ, അത് നീ മനസ്സിലാക്കണം. ഞാൻ എന്തൊക്കെയാ അവിടുത്തെ ചെയ്തത്? തെറ്റായിപ്പോയല്ല. ശരിയാ, ഞാൻ അവളെ ഇതുവരെ വേദ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവളോ എന്നെ എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്തത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും അവൾ മാത്രമൊന്നും പറഞ്ഞില്ല. ഞാനിന്ന് കാണിച്ചത് വളരെ മോശമായിപ്പോയി. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഞാൻ ആളെ പരിഗണിച്ചത് പോലുമില്ല. എന്ത് തെറ്റൊക്കെ ഭഗവാനെ ചെയ്തത്. ആളെ പോയി ഉടനെ കാണണം, തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് പറ്റിയ തെറ്റുകൾക്കെല്ലാം ഞാൻ അവളുടെ അടുത്ത് മാപ്പ് ചോദിക്കണം. മോർണിംഗ് എത്തിയല്ലോ. വേദ എവിടാ? ചേട്ടാ, ചേച്ചി കുളിക്കുക, റൂമിലുണ്ട്. ചേട്ടാ, പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഉറപ്പാണേ? ഇല്ല. അല്ല, നിന്റെ കയ്യിലെന്താ? ഇത് ചേച്ചിയുടെ പഴയ ഫോട്ടോ. എന്നെ നോക്കട്ടെ. ഇത് ചേച്ചിയാ, പഴയ ഫോട്ടോ. കണ്ടില്ലേ? ശരിക്കും ഇത് അവളാണോ? ചേച്ചിയാ. ഈ ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെ, ചേച്ചിക്ക് ഈ ഫോട്ടോ ഇഷ്ടമല്ല. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമിലായിരുന്നു, അതായിരിക്കും ചിലപ്പോൾ ഏടം കാണാനത്. ശരിക്കും ഇത് ചേച്ചി തന്നെ. എന്താ പറ്റിയ? ഒന്നുമില്ലല്ലോ. ചേട്ടൻ വന്നുകൊണ്ട് അമ്മ ഇവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ചന്തു, ആ ടവലിങ് എടുത്തേ. ടവൽ? എൻ്റെ പൊന്നെ, ടവലിങ് എടുക്കുവേണേ. നിങ്ങളെന്താ ഇവിടെ? അത് എപ്പോഴാണോ? കുറച്ച് നേരമായി. എന്താ വന്നത്? ഇനി ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനോ വല്ല ഫോർമാലിറ്റീസോ ഉണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയച്ചാൽ മതി. ഒരുപാട് തിരക്കുകളാണല്ലേ, ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്നില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കോ പ്ലീസ്? ഇല്ല, ഈ റൂമിൽ നിന്ന് പോയിക്കേ. ഈ ഫോട്ടോയിലുള്ളത് നീ തന്നെയാണോ? ഈ ഫോട്ടോ ചന്തു വന്നു. ഇവിടെ ഞാൻ ഞാൻ തന്നെ. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാമോ? അറിയാം. എന്താ എൻ്റെ അടുത്ത് പറയാനത്? എന്നിട്ട് സംസാരിക്കാൻ നിൽക്കാത്ത ആളടുത്ത് ഞാനിതൊക്കെ എങ്ങനെ പറയാനാ? എപ്പോഴും ഡ്യൂട്ടി വാക്ക് അത് ചെയ്താൽ പോരെ? വെറുതെ അനാവശ്യ കാര്യങ്ങൾ ഞാനെന്തിനാ പറയുന്നത്? സോറി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കുട്ടി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. ഞാൻ ചെയ്ത് തെറ്റാ എന്നെനിക്ക് മനസ്സിലായി. അത് സത്യം പറഞ്ഞാൽ ഞാനെന്നെ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായ എനിക്ക് ചേച്ചി, നിനക്ക് പായസം വേണോ? സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒരു കുട്ടി ഇഷ്ടമായിരുന്നു. അതായത് എന്നെക്കാളും ഇളയ കൊച്ച. ആ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ അവിടെ ഇവിടെ നിന്ന് മാറി ഇത് നോക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ ആ കൊച്ചിൻ്റെ മുഖം വലിയ ഓർമ്മയൊന്നുമില്ല. ആ പഴയ മുഖം എനിക്ക് ഓർമ്മയുള്ളായിരുന്നു. പിന്നെ ആ കണ്ണ്, അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ കൊച്ചിൻ്റെ മുന്നിൽ നിന്നിട്ടും എനിക്ക് അതാണ് എന്ന് മനസ്സിലായില്ല. എന്നുവെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന
ആളെ എനിക്ക് സ്കൂൾ ടൈമിൽ ഇഷ്ടം ആയിരുന്നു എന്ന്. പിന്നെ അമ്മയും അച്ഛനും അവരുടെ പ്രപ്പോസലിൻ്റെ കാര്യം സംസാരിച്ചു. എനിക്ക് അവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഈ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴും എനിക്ക് ഇത് നീയാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. ഓ, മനസ്സിലാകത്തില്ല, അതിന് മുഖത്തോട് നോക്കണമല്ലോ. സോറി, എനിക്ക് പണ്ട് നിന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ നിനക്ക് ഇത്ര മുഖത്തിന് വ്യത്യാസം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്നത്തെ മുഖമല്ലല്ലോ ഇപ്പോഴത്തെ മുഖം, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ആ പല്ലും കണ്ണും മാത്രമേ ഉള്ളൂ മാറാത്ത. അതിപ്പോഴല്ലേ മനസ്സിലായത്? എന്ത്? അല്ല, ഈ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ നിൻ്റെ മുഖത്തേന് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് സോറി. ഇതിപ്പോൾ ഈ ഫോട്ടോയിലുള്ള ആൾ അത് ഞാനാണ് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമാണോ? അല്ല, അല്ലെങ്കിലും ഞാൻ നിന്നെ വിളിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ചെയ്തത് തെറ്റാ, നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടത്തെപ്പോഴാണ് ഞാൻ അറിയുന്നത് നീയാണ് ഇത് എന്ന്. നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ അവോയ്ഡ് ചെയ്തോ അല്ലെങ്കിൽ ഇതുവരെ ബിഹേവ് ചെയ്ത പോലെ ഒന്നും അല്ലായിരുന്നു നിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടതും. ശരിക്കും നമ്മൾ സംസാരിച്ചിട്ട് പോലുമില്ല. അത് ഞാൻ അങ്ങനെ അന്ന് ചെയ്തത് തെറ്റായിരുന്നു. പിന്നെ വർക്ക് എനിക്ക് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അന്ന് വീട്ടിൽ വരാൻ പറ്റാത്തതും. അല്ലാതെ മനഃപൂർവ്വം ഞാൻ നിന്നെ വേദനിപ്പിച്ചത് അല്ല. ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. സോറി. ഇനി ഇത് പിന്നെ ആവർത്തിക്കത്തില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആവാം, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. നിനക്ക് എപ്പോൾ തിരിച്ച് ഫീലിങ്സ് തോന്നുന്നു അന്ന് നീ പറഞ്ഞാൽ മതി. ഫ്രണ്ട്സ്. பார்க்க வானத்தை தாண்டியும் வந்து என் காதல காமிப்பேன் என் மூச்சவ பேச்சவ பேர் சொல்லும் அழகவ எனக்குள்ள கலக்கு. സഞ്ജുവിന് ഒരു കാര്യം അറിയുമോ? എന്ത്? അതായത് ഞാൻ എന്തിനാ അന്ന് സഞ്ജുവിനെ നോക്കിയെന്നും ഒക്കെ. ഇല്ല. ഈ 5-6 ആലോചന വന്നിട്ടും അതെല്ലാം മുടക്കിയത്, പിന്നെ അന്ന് താൻ അറിയാതെ തന്നെ വായി നോക്കിയത് എല്ലാം ഒറ്റ റീസണേ ഉള്ളൂ. ബിക്കോസ് യു ആർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. ഐ ലവ് യു. സുഖമ இதயத்தில்